നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ചൂടേറിയിരിക്കുകയാണ്. ഒന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു, കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടാവും. അത് യാതൊരു മാറ്റവുമില്ല. അത് ഇടതുപക്ഷവും മനസ്സിലാക്കിയിരിക്കുന്നു. 85 സീറ്റോളം കോൺഗ്രസ് പാർട്ടി കൃത്യമായി പോക്കറ്റിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. എല്ലാ ചാനലുകളും മാധ്യമങ്ങളുടെയൊക്കെ സർവേ അത്തരത്തിലാണ്. പക്ഷെ ഞാൻ പറയാൻ വന്നത് അതല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താരപ്രചാരകരുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അതൊരു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ്. പഴയകാല കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വളരെ സജീവമായിട്ട് ബഹുമുഖങ്ങളായി കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രങ്ങളുടെ ഭാഗത്തും പല ക്യാമ്പയിനുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സജീവമായി മാറുകയാണ്. എന്നാൽ CPM-ൽ ഒരേ ഒരു താരപ്രചാരകരെ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് എല്ലാത്തും ഓടിയെത്താനും കഴിയുന്നില്ല. എന്തുകൊണ്ട് മറ്റുള്ള മന്ത്രിമാർക്കൊക്കെ അത്തരത്തിൽ പോകാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് ഒന്ന് അവർ ഭരണത്തിരിക്കുന്ന സമയത്ത് അത്തരത്തിൽ വളർന്നു വരാൻ അവർക്ക് കഴിഞ്ഞില്ല. രണ്ട്, പിണറായിയുടെ പ്രഭാവത്തിൽ ഇവരെല്ലാം മങ്ങിപ്പോയി. മൂന്നാമതായിട്ടുള്ളത്, ഇവർക്കൊന്നും മണ്ഡലം വിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ തളച്ചിടപ്പെട്ടതുപോലെ. അതുകൊണ്ടാണ് ഇവർ തന്നെ കുറച്ച് ചെറുപ്പക്കാരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി. M സ്വരാജ് ആയാലും അങ്ങനെ ഒട്ടനവധി ആൾക്കാരെ മാറ്റി നിർത്തിയത് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് ഭാഗമാകാൻ വേണ്ടിയാണ്. എന്നാൽ ഇവരൊന്നും വരുന്നിടത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരുന്നത് പോലെയുള്ള ആ വലിയ ആർഭാടവും തെള്ളലും തിക്കലും ഒന്നും കാണുന്നില്ല. കാരണം ഇവർ അത്തരത്തിലുള്ള നേതാക്കന്മാരായി ചാനലുകൾ പ്രഖ്യാപിക്കുന്നു, അല്ലാതെ ജനങ്ങളുടെ മനസ്സിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് ഷംസീർ വരുന്നതും പട്ടാഴിയില്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ വന്നപ്പോഴുമുള്ള ജലബാഹുല്യം അത്തരത്തിലായിരുന്നു. ഷാഫി പറമ്പിൽ വന്നപ്പോൾ ഏകദേശം 2000-3000 വാഹനങ്ങളാണ് പത്തനാപുരത്തെ അക്ഷരാർത്ഥത്തിൽ വലിയ തിക്കും തിരക്കുമാക്കി മാറ്റി. റോഡുകളൊക്കെ സ്തംഭനാവസ്ഥയിലായിരുന്നു. ഏകദേശം പത്തനാപുരം തൊട്ട് കുന്നിക്കോട് വരെ വളരെ ശക്തമായ രീതിയിലുള്ള ജനങ്ങളെ അതിസംബോധന ചെയ്തുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ. അതോടൊപ്പം തന്നെ കൊട്ടാരക്കര കിഴക്കേതെരുവ് മുതൽ കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് പാലം വരെയുള്ള കൊട്ടാരക്കരയുടെ ജാഥയൊക്കെ വളരെയേറെ പ്രചാരണം കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു ആവേശം അണികളിൽ ഉണ്ടാക്കി. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി, ഞാനിത് പറയാൻ കാരണവും അതാണ്, അതിൽ നിന്നെല്ലാം വിഭിന്നമായി 1-2 വീഡിയോസ് ഇറക്കിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുൻ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം 200K ആൾക്കാർ, ഏകദേശം 2 ലക്ഷം പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയോട്. ആ പ്രസ്താവന കേൾക്കാനും കാണുവാനും ശ്രദ്ധിക്കാനും ശ്രവിക്കുവാനും ഒക്കെ ആൾക്കാർ തയ്യാറാകുന്നതിന്റെ കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, ആ യുവജന നേതാവിനെ ജനങ്ങൾ കേൾക്കുന്നതിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള അത്തരത്തിൽ പിണറായി വിജയൻ പറഞ്ഞാൽ പോലും 10-50,000 പേരാണ് ലൈക്ക് ചെയ്യാറ്. വ്യൂവേഴ്സ് ഉണ്ടാവും. പക്ഷെ ഇത്തരത്തിലുള്ള അഭിപ്രായ സമന്വയം വരുന്ന നേതൃത്വം ഷാഫി എക്കോലൊക്കെ ബഹുക്ഷേമമായി അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കാനും അഭിപ്രായങ്ങൾ ചാനലുകളുടെ പറയുവാനും ധിക്കാരപരമായ സംസാരം എന്നൊക്കെ പറഞ്ഞും ചാനലുകളിൽ നിന്നൊക്കെ ഇവർക്കെതിരെ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ അവരെയൊക്കെ ചെങ്ങലക്കിട്ടതൊക്കെ നമുക്കറിയാം. ഇതേ അവസ്ഥകളിൽ തന്നെ നമുക്ക് എപ്സീൻ ഫയലുമായി ബന്ധപ്പെട്ടല്ലെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത്, അങ്ങനെ മറ്റേ രാജ്യസഭ MP പറയുന്നത് പോലൊക്കെ യഥാർത്ഥത്തിൽ അവരൊക്കെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് വശത്തെ പറ്റി കൃത്യമായി വിവരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. കാരണം വ്യക്തമായ തെളിവാണ്. സുബ്രഹ്മണ്യ സ്വാമി ഒരു MP ആണ്. അദ്ദേഹം പറഞ്ഞിട്ട് വായിൽ കൂടി പോയ കേസ് പിടിച്ചെടുത്ത് അത് കേസാക്കി ജയിലിലിടിപ്പിച്ച് അതിന് ജാമ്യം വാങ്ങണമെന്നും കോടതി ആക്ഷേപിച്ചു വിടുകയൊക്കെ ചെയ്തു. സ്ത്രീജനങ്ങളുടെ താല്പര്യപ്രകാരം അവർ രാഹുലുമായി ബന്ധപ്പെട്ടു. താല്പര്യമില്ലാതെ പോയതല്ല, നമുക്കറിയാം. അതൊന്നും വിവാഹം കഴിച്ചവരെ എന്ത് പറഞ്ഞ് മോഹിപ്പിക്കും, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് കോടതി എന്ത് വിരോധാഭാസവും ഹാസ്യപരമായാണ് അവഹേളിച്ചു വിട്ടതെന്ന് നമ്മൾ ആലോചിക്കണം. അതൊരു സ്ത്രീയെ അപമാനിക്കലല്ല കോടതി ചെയ്തത്, മറിച്ച് കോടതി പറയുന്നത് സ്ത്രീ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാത്തതാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി കാരണമെന്ന് കോടതി പറഞ്ഞു വെച്ചു. സോ അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിന് ഇനി വലിയ
എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഒരു സ്ത്രീയുടെ സമ്മതത്തോടു കൂടി അവർ പരസ്പരം ബന്ധപ്പെട്ടു. അത് എന്നെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. അവർ ആ സ്ത്രീയെ ഓടിച്ചിട്ട് അവരുടെ സമ്മതമില്ലാതെ അപ്പോഴും നോ പറഞ്ഞു മാറേണ്ടതായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന ഒരാൾ അവരോട് ആ രീതിയിൽ അപമര്യാദയായി പെരുമാറുകയാണ്, അപ്പോഴേ കളഞ്ഞിട്ട് പോവുക എന്നുള്ളതാണ്. ബോംബെയില് ഇപ്പോഴൊരു ജ്യോതിഷക്കാരൻ 10ഉം 100ഉം സ്ത്രീകളോട് ആ ജ്യോതിഷം പറഞ്ഞു ബന്ധപ്പെട്ടു എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ തരത്തിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ കോടതി അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരാളെ കോൺഗ്രസ് പാർട്ടി മാറ്റി നിർത്തിയത് ഉചിതമോ എന്നുള്ളത് പിന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ തന്നെ പി കെ ശശിയെ പോലെ ഒരാളെ CPM ചർച്ചയ്ക്ക് ചെയ്ത് പുറത്തുവിട്ടപ്പോൾ അയാളെ കൂടെ നിർത്തുവാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് സ്ത്രീ പീഡനത്തിന് കാഠിന്യമുണ്ടോ അത് അന്വേഷിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഈ പരാതികൾ നരേന്ദ്രമോദിക്കെതിരെ എപ്സിൻ ഫയൽ മാത്രമല്ല, സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന MP ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അത് ഏറ്റുപിടിക്കാൻ പത്രങ്ങളും പല പാർട്ടികളും തയ്യാറാകാതെ വരുന്നത് എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകണം. കാരണം നരേന്ദ്രമോദിക്കെതിരെ പറയുന്നതെല്ലാം എഴുതി തള്ളുന്ന സംസ്കാരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ചുരുക്കി പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിധി കോടതി പറയട്ടെ, ആ കേസുകൾ നടക്കട്ടെ. കൃത്യമായ രീതിയിൽ കോടതിയിൽ അദ്ദേഹത്തിനെ പ്രൂവ് ചെയ്ത് തെളിവുകൾ കൊടുത്ത് ആ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ബലാത്സംഗം നടന്നിട്ടില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യുമ്പോൾ കോടതി അയാളെ യഥേഷ്ടം പുറത്തേക്ക് വിടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ അല്ല ശുദ്ധികലശം എന്ന് പറയുന്നത്. അത് കോടതി ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് കോടതി കൃത്യമായി അതെന്താണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയിലും അദ്ദേഹത്തെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നവരുടെ അടുത്തൊക്കെ ഇലക്ഷൻ വർക്കിന് പോകാനുള്ള അനുവാദം കോൺഗ്രസ് പാർട്ടി നൽകണം. ഇന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ വോട്ട് പിടിക്കാൻ പോകുന്നതിനകത്ത് ആരും അയിത്തം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ VD സതീശൻ പറഞ്ഞു അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. ഈ അഭിപ്രായങ്ങളൊക്കെ തന്നെ സ്വതവേ പൊട്ടിമുളച്ചു വരുന്നതല്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇവിടുത്തെ യുവതീ യുവാക്കൾക്കും ഇവിടുത്തെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അമ്മമാർക്കും സഹോദരിമാർക്കും അങ്ങനെയുള്ള പുരുഷന്മാർക്കുമൊക്കെ കൃത്യമായ ഒരു ഒരു പഠനം അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ആ ജനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്ന് വേറൊരു തരത്തിൽ പാർട്ടിയും മനസ്സിലാക്കി എന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടൻ വിഷയത്തിൽ മയപ്പെടുത്തി മുന്നോട്ട് വരുന്നത്. രാഹുൽ ഈ തെരഞ്ഞെടുപ്പിൽ നാളെ മുതൽ വളരെ ശക്തമായി ആവശ്യപ്പെടുന്ന മണ്ഡലങ്ങളിലൊക്കെ ചെന്ന് പ്രവർത്തിക്കുകയും രാഹുൽ മാങ്കൂട്ടൽ സജീവമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയത്തെ താല്പര്യപ്പെടുന്ന ആൾക്കാർ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ചില കാര്യങ്ങളിൽ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന വിഷയങ്ങൾ കൃത്യമായും സ്ഫുടമായും അത് ക്ലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ അത്തരത്തിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് മുണ്ടക്കൈ ചൂരൽമല പ്രശ്നത്തെ കേരളം 2024 ജൂലൈ മാസം 30 അഭിമുഖീകരിച്ച വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത്. അവിടെ അവർ കൃത്യമായി അദ്ദേഹം അത് പറഞ്ഞത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 150 കോടി രൂപ അവരുടെ ടൗൺഷിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം കൊടുക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ എലക്ഷൻ ഫണ്ട് ഊരാളുകളിൽ നിന്ന് തിരിച്ചു വാങ്ങാനാണ് എന്നുള്ള ഒരു സംശയം. അതോടൊപ്പം തന്നെ CMDRF എത്രമാത്രം രൂപ ഫണ്ട് അധികം കിടക്കുന്നു എന്നുള്ളത് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പണ്ടൊരു ലൈവ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വിഷയത്തിന് ആധികാരികത ഉണ്ടായതുകൊണ്ടും സൂക്ഷ്മമായ രീതിയിൽ പഠിച്ചു പറഞ്ഞതുകൊണ്ടും അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് അനിവാര്യമാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഉള്ളവരെ ഈ ഷാഫി പറമ്പിലിനേക്കാൾ കുറച്ചുകൂടെ വാഗ്മിയായി സംസാരിക്കാനും ജനങ്ങളുടെ അടുത്ത് ആക്സസ് ചെയ്യാനും പറ്റുന്ന ഒരു തരത്തിലേക്ക് അദ്ദേഹം മനസ്സിലാക്കണം. അതുകൊണ്ട് രമേശ് പിഷാരടി മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ ഇദ്ദേഹത്തിന്റെ പോക്കറ്റുകളൊക്കെ ഉയർന്നു പ്രവർത്തിക്കട്ടെ. ഇദ്ദേഹത്തിന് ജനങ്ങളുമായുള്ള ബന്ധം ഒക്കെ പിഷാരടിക്ക് ഗുണമായി മാറണം. കാരണം
ഇവിടെ വർഗീയവാദങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ വിഭിന്നമായി ചിന്തിപ്പിക്കാനും വിഭജിക്കാനും നിൽക്കുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രത്തെ അതിജീവിക്കാനൊക്കെ എവിടെ ഈ പറയുന്ന ഷാഫി ആയാലും രാഹുൽ ആയാലും അങ്ങനെയുള്ള യുവജന നേതാക്കന്മാരും ബഹുമുഖത്വമുള്ള രമേശ് ചെന്നിത്തലയെ പോലെ, KC വേണുഗോപാലിനെ പോലെ, VD സതീശനെ പോലെ, സുധീരനെ പോലെ, KS സുധാകരനെ പോലെ, ശശി തരൂരിനെ പോലെ കോൺഗ്രസ് പാർട്ടിയിലെ 100ഓളം വരുന്ന പ്രവർത്തകരൊക്കെ സജീവമായി മുന്നോട്ട് പോകണം. അവരൊക്കെ പ്രവർത്തന ഫലമായി 110 സീറ്റുകളിലെത്താൻ കോൺഗ്രസിന് കഴിയുന്ന സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആശങ്കയ്ക്ക് ഒരു വഴിയും ഞാൻ കാണുന്നില്ല. കൊട്ടാരക്കര ഉൾപ്പെടെ കൊല്ലം ജില്ലയിലെ വിവിധ 1-2 മണ്ഡലങ്ങൾ മാത്രമാണ് നമുക്ക്, അതും ഘടകകക്ഷി ഉള്ള ഒരു സ്ഥലവും വേറെ അങ്ങനെയുള്ള ഘടകകക്ഷികളുടെ സ്ഥലവും ചിലപ്പോൾ മാത്രമാണ് ഒരു സീറ്റ് നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്നത്. ഞാൻ ഇന്ന സീറ്റാണെന്ന് പറയുന്നില്ല. അല്ലാതെ കൊല്ലം ജില്ലയിൽ വലിയ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നു. തെക്കൻ കേരളത്തെ ഒഴിച്ചു നിർത്തേണ്ട കാര്യം UDFനില്ല. കാരണം തെക്കൻ കേരളത്തിലും കൃത്യമായ രീതിയിലുള്ള മാറ്റത്തിന്റെ ആ മാറ്റൊലി കേൾക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ചെറുപ്പക്കാരെ കൂടി സംഘടനാ പ്രവർത്തനത്തിൽ കുറച്ചുകൂടെ മുഖ്യധാരയിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ ഒഴിവാക്കി നിർത്തുന്നതിനകത്ത് അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തെരഞ്ഞെടുപ്പാണ്. ആർക്കൊക്കെ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമോ അവരെയെല്ലാം കൃത്യമായ രീതിയിൽ സ്വാധീനജാലക ശക്തികളാക്കി മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ പാർട്ടിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ജനാധിപത്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ട വിഷയങ്ങളാണ്. ഇവിടെ വർഗീയതയെ തടഞ്ഞു നിർത്തേണ്ടത് ആവശ്യമാണ്. വികസനം എന്ന് പറയുന്നത് റോഡുകളിൽ മാത്രമല്ല. വികസനം എന്ന് പറയുന്നത് സാർവത്രികമായി ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ആരോഗ്യവും അതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റും അതോടൊപ്പം തന്നെ സാമൂഹിക പശ്ചാത്തലങ്ങളും സാംസ്കാരികപരമായ ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയും അങ്ങനെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും അഴിമതിക്കെതിരെയുമൊക്കെ ഉള്ള വിധിയെഴുത്തായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.